അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു വണ്ടി അനുയോജ്യമാണോ എന്ന് അറിയാം. വീഡിയോ കാണുന്നവർക്ക് പല റോഡൊക്കെ ഓടിച്ചാൽ വണ്ടി പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹീറോയുടെ ഏറ്റവും പുതിയൊരു ബൈക്കായിട്ടുള്ള എക്സ്ട്രീം 125R ആണ്. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ വണ്ടിയുടെ ഓണറുണ്ട്, ഓണറിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് കിടക്കാം. ഹീറോ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൈക്ക് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നേരത്തെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഹീറോ ഹോണ്ടയുമായിട്ട് ഒന്നിച്ച് ഹീറോ ഹോണ്ട എന്നുള്ള ലേബലിലായിരുന്നു വണ്ടി ഇറക്കുന്നതെങ്കിൽ ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് വണ്ടികൾ ഇറക്കി തുടങ്ങി. അപ്പം കുറച്ചധികം സക്സസ് ആയിട്ടുള്ള മോഡൽ ഹീറോയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നൊരു ബൈക്ക് എന്ന് പറയുന്നത് സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡറിൻ്റെ വിവിധ മോഡലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നൊരു ബൈക്ക് എന്ന് പറയുന്നത്. ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ബൈക്കിൻ്റെ കാര്യത്തിൽ ഹീറോ എന്ന് പറയുന്നത്. അവരുടെ ഒരു പുത്തൻ ഡിസൈനാണ് നമ്മുടെ എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. എക്സ്ട്രീം നേരത്തെ 160, 150 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞൻ മോഡലാണ് എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നിലവിൽ 2 വേരിയൻ്റാണ് ഉള്ളത്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് ഇത് ടോപ്പ് മോഡലാണ്, സിംഗിൾ ചാനൽ ABS വരുന്ന മോഡലാണ്. പിന്നുള്ളത് പറഞ്ഞത് CBS എന്ന് പറയുന്ന മോഡലാണ് പിന്നുള്ളത്. അതിന് സിംഗിൾ ചാനൽ ABS കാര്യങ്ങളൊന്നും കാണില്ല. നമ്മുടെ ഏറ്റവും ടോപ്പ് മോഡലാണ് സിംഗിൾ ചാനൽ ABS. കുറച്ചുകൂടെ ബ്രേക്കിങ്ങിന് എഫിഷ്യൻസി ആയിട്ട് ഹീറോ ഇറക്കിയിരിക്കുന്നത് അതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇത് ഓണറിനെ വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ പേര് വിഷ്ണു. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ടൊരു മാസം ആവുന്നു. കഴിഞ്ഞ മാസം 10 എടുത്തത്. ഇപ്പോൾ 2300 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആവറേജ് മൈലേജ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒരു 59-60 റേഞ്ച് സർവീസ് കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ലോങ് പോകാൻ ഞാൻ അത്യാവശ്യം ലോങ് പോയത് ഇവിടുന്ന് എറണാകുളം വരാണ്, എറണാകുളം കോതമംഗലം വരാണ് അത്യാവശ്യം ലോങ് പോയത്. ലോങ് പോകാൻ വണ്ടി ഓക്കെ, ഒരുപാട് വലിയ എന്ന് പറയാനില്ല, പക്ഷേ ഓക്കെയാണ് അത്യാവശ്യം. പിന്നെ ഇത്രയും ലോങ് പോയപ്പം അത്യാവശ്യം ചെറിയൊരു ഹീറ്റിങ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഒരു 50-60 കിലോമീറ്റർ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുമ്പം ആ ഒരു ഹീറ്റിങ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. ഇത് വണ്ടി ഓൺ റോഡ് ഞാൻ എടുത്തപ്പം 1,40,000 രൂപയായിരുന്നു ഓൺ റോഡ് എടുത്തപ്പോൾ. അത്രയും പൈസക്കുള്ള വാല്യൂ ഫോർ മണി ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ലുക്ക് വൈസ് ആണെങ്കിലും അത്യാവശ്യം മൈലേജും ഉണ്ട്. പിന്നെ ആ എമൗണ്ടിനുള്ള വണ്ടി ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്കൊരു ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള ലുക്കാണ് ഹീറോ എക്സ്ട്രീമിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഉള്ള സ്പ്ലെൻഡർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസിക് വണ്ടിയാണ്, ഒരു നോർമൽ വണ്ടിയാണ്, ഒരു ഫാമിലി വെഹിക്കിളാണ്. അതുപോലെ ഗ്ലാമർ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം സീരീസ് എല്ലാം വരുന്നത് കുറച്ചൊരു സ്പോർട്ടി ആയിട്ടുള്ള മോഡലാണ്. ആ ഒരു സ്പോർട്ടി മോഡൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ എക്സ്ട്രീം 125 ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു വണ്ടിയുടെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഫുള്ളി LED സിസ്റ്റമാണ് വരുന്നത്. ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും ബാക്കിലെ ടൈലറ്റ് ആയാലും എല്ലാം LED ആണ് വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രണ്ടിൽ വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റാണ്, യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. നമുക്ക് നേരത്തെ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്ന അതേ ഒരു ഹെല്ലാമ്പാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കവാസാക്കിയുടെ ഒരു വണ്ടിയുടെ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹീറോയിൽ വളരെ പുതിയൊരു ഡിസൈനാണ്. ഹീറോയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പുതിയൊരു ഡിസൈനാണ്. ഈ 2 കവളും റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഹീറോയുടെ ഒരു എംബ്ലം കാണാവുന്നതാണ്. അതുപോലെ ഈ മേളിൽ നമുക്ക് ഒരു 2 DRLും കാണാവുന്നതാണ്. അത് നമ്മൾ താക്കോൽ ഓൺ ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതും LED തന്നെയാണ് വരുന്നത്. അപ്പം ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ആകുന്നത്. അത് നമുക്കൊരു 2 പ്രൊജക്ടർ ലൈറ്റ് പോലാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെട്ടം നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മൾഗാർഡാണ്. നമ്മുടെ വണ്ടിയുടെ ബോഡി കളറിനോട് ചേരുന്ന രീതിയിലുള്ള മൾഗാർഡും കാര്യങ്ങളൊക്കെയാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു ഡിസൈനാണ്. നമുക്ക് ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പ് ഷോക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി നമുക്ക് ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS ആണ് കിട്ടുന്നത്. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല, ഡ്രം ബ്രേക്കാണ് കിട്ടുന്നത്. അതൊരു 120cc പോരായ്മയാണെന്ന് വെച്ചാൽ ഒട്ടും പോരായ്മയല്ല, നോർമലായിട്ടുള്ള ഒരു ബ്രേക്ക് സിസ്റ്റമാണ്. എന്നാൽ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തായിരുന്നെങ്കിൽ നൈസായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു അഗ്രസീവ് ലുക്കും ആ ഒരു ഫീലൊക്കെ നോക്കുന്ന സമയത്ത് ബാക്കിലൂടെ ഡിസ്ക് വന്നാൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു ഫീച്ചറായിരുന്നു. എന്നാൽ നമുക്ക് സിംഗിൾ ചാനൽ ABS വിത്ത് സിംഗിൾ ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കും കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ആയാലും നമുക്ക് കിട്ടുന്നത് LED തന്നെയാണ്.
ഈ ഒരു ഷേപ്പിലാണ്, ഒരു ന്യൂജൻ ഷേപ്പിലാണ് എല്ലാ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റും കൊടുത്തിരിക്കുന്നത്. LED നമുക്ക് കാണാം, അത് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ബാക്കിലായാലും ആ ഒരു LED ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെയിലൈറ്റ് വരുന്നതും LED ആണ്. ബാക്കിലെ ടെയിലൈറ്റിൻ്റെ ഡിസൈൻ നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്, നമുക്കിപ്പോൾ കാണാം. പിന്നെ സൈഡിലോട്ട് നോക്കുമ്പം എടുത്തു പറയേണ്ടത്, നമുക്ക് ഈ ടാങ്ക് വരുന്നത് 10 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് നമുക്ക് ഈ ഹീറോ ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി ഓഫ് ചെയ്യട്ടെ. 10 ലിറ്ററിൻ്റെ ടാങ്കാണ് വണ്ടിയിൽ ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഡ്യുവൽ ടോൺ കളറുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പീസായിട്ടുള്ള ഒരു ടാങ്കുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഫൈബറിൻ്റെ ഒരു കോട്ടിങ്ങോട് കൂടിയാണ് ടാങ്ക് വരുന്നത്. ടാങ്കിൽ നമുക്ക് എക്സ്ട്രീം എന്ന് എഴുതിയ ഒരു ബാഡ്ജിങ് കൊടുക്കുന്നത് കാണാം. അത് 3D ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു X എന്നുള്ളൊരു എംബ്ലം നമുക്കൊരു റെഡ് ഫിനിഷിങ്ങോട് കൂടി വരുന്നു, ബാക്കി ഒരു ഗ്രേ ഫിനിഷിൽ വരുന്നു. അത് കാണാനൊക്കെ വളരെ മനോഹരമാണ്, ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ ദൂരെ നിന്നുള്ള ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു 120cc വണ്ടിക്ക് കൊടുക്കുന്ന ഒരു ഡിസൈൻ അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു 150-160cc കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലും ആ ഒരു ലുക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രീം 125 കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലെ നിലവിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കാണാൻ അട്രാക്ഷൻ തോന്നുന്നതും അഗ്രസീവ് ലുക്ക് തോന്നുന്നതായിട്ടുള്ള ഏക ബൈക്കാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന് ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ TVSൻ്റെ റൈഡർ എന്ന് പറയുന്ന മോഡലാണ്. എന്നാൽ റൈഡറും ഇത്ര അഗ്രസീവായിട്ടുള്ള ലുക്കിലല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയാണ് ഇത്ര അഗ്രസീവായിട്ടൊരു ലുക്കിൽ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത്. ഇതൊരു പുതിയ മോഡലൂടാണ്. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന കളർ തീം നമ്മുടെ സൈഡ് കവിളിലും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 125R എന്നെഴുതിയ ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ കൗൾ പീസിൽ കാണാവുന്നതാണ്. എന്ന് നോക്കിയാലും കുറച്ച് എയറോഡൈനാമിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അഗ്രസീവ് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ അത്യാവശ്യം പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് എല്ലാ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായാലും ഇതിന് ക്വാളിറ്റി കുറവായിരിക്കും. നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വെച്ച് ഇതിൻ്റെ ആ ടാങ്ക് കവളും കാര്യങ്ങളൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ചെയ്താൽ കുറച്ചൊരു ബലമായിരിക്കും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറയുന്നത്, നമ്മുടെ സൈലൻസർ ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത്രയും അഗ്രസീവായിട്ട് ലുക്ക് കൊടുത്തിട്ട് ഒരു എഞ്ചിൻ പ്രൊട്ടക്ടർ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവ് ഫീൽ കിട്ടിയാണ്. ഇതിന് എഞ്ചിൻ പ്രൊട്ടക്ടർ വരുന്നില്ല. പക്ഷേ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വണ്ടിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഹീറോ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 124.7cc എഞ്ചിനാണ് നമുക്ക് ഈ ഹീറോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുന്നത് 11 bhp പവറും 10 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടി ഈ ഒരു എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു എഞ്ചിനാണ്. അതുപോലെ കാണാൻ നല്ല മനോഹരമാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് ഈ ഒരു വണ്ടിക്ക് കിക്കർ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള സ്പോർട്സ് മോഡലിൽ ചില സമയത്ത് കിക്കർ ഒഴിവാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഡിസൈൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലെ കവളിൽ നമുക്ക് ഹീറോ എന്നുള്ള അവരുടെ ആ സ്ഥിരം ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ്ലി ഫൈബറാണ് വരുന്നത്. ഈ സൈഡെല്ലാം ഫൈബർ പീസാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫൈബർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്വാളിറ്റി ഉള്ളൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ എഡ്ജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു തള്ളി നിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന ഭാഗം അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വൈബ്രേഷനൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കിൽ നിന്ന് ബ്രേക്ക് പെഡൽ, അതും ഒരു സ്പോർട്ടി മോഡൽ ബ്രേക്ക് പെഡലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഒരു അഗ്രസീവായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. കുറച്ച് ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതും ഒരു റബ്ബർ കോട്ടിങ്ങോട് കൂടി വരുന്നുണ്ട്. അത് സ്പ്രിംഗ് ലോഡറാണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് സൈലൻസറാണ്. സൈലൻസറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ്. പിന്നെ നമുക്ക് വലിയൊരു സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈലൻസറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് ജസ്റ്റ് നമുക്ക് കേട്ടു നോക്കാം. അപ്പം നോർമലി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കേട്ടതാണ് ഈ വണ്ടിയുടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ആ ബാക്കിലോട്ടുള്ള ഡിസൈൻ, ആ ഒരു ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു അഗ്രസീവ് ഫീൽ, അതായത് ആ ഒരു എയറോഡൈനാമിക് ഫീൽ ബാക്ക് സൈഡിലോട്ട് നിലനിർത്തിക്കൊണ്ട് വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 125cc ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളൊരു ബാക്ക് സൈഡുള്ളൊരു വണ്ടി കൂടാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാബ് റെയിലായാലും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലായാലും കാണാൻ തന്നെ വളരെ മനോഹരമാണ്. പിന്നെ അലോയുടെ കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നല്ലൊരു അലോയ് കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന കാലോട് കൂടി വരുന്ന അലോയ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ഡയമണ്ട് കട്ട് ആ ഒരു ഫീലിംഗ് കൂടെ വന്നാലും കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയേനെ. പക്ഷേ നമുക്ക്
ഈ ഒരു വിലയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റൈലിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് മോശമൊന്നുമല്ല. പിന്നെ ബാക്കിലായിട്ട് നമുക്കൊരു ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഇതിൻ്റെ ടൈലറ്റിന് വരുന്ന ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇരിക്കുന്നവർക്ക് ദേഹത്ത് ചള്ളടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹഗ്ഗർ കൊടുത്തിരിക്കുന്നത്. അതും ഡീസൻ്റ് ആയിട്ടൊരു ഹഗ്ഗറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുതാണ്. അതുകൊണ്ട് ചള്ളയും കാര്യങ്ങളൊന്നും തെറിച്ച് നമ്മുടെ പില്ലിൻ്റെ പുറകിലോട്ടൊന്നും വീഴുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ബാക്കിലെ ടയറിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 120/80/17 ടയറാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലായിട്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ 80/90/17 ഫ്രണ്ട് ടയർ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ആ ബാക്ക് വശമൊക്കെ വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ബാക്കിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നൈസായിട്ട് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അലോയിയുടെ അവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വന്നിരിക്കുന്നത്, ഇത് നമുക്ക് ചെളി തെറിക്കാതിരിക്കാനുള്ള ഭാഗം തന്നെയാണ്. ബാക്കിലിരിക്കുന്നവർക്ക് കാലിലും കയ്യിലും ചെളി തെറിക്കാതിരിക്കും ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ഹീറോയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയിൻ സോക്കറ്റ് നമുക്ക് കാണാവുന്നതാണ്. നോർമലായിട്ട് കൊടുത്തിരിക്കുന്നത് ചെയിൻ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ഫുഡ് ഡ്രസ് നോക്കിയാലും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു സാഡി കാർഡ് വരുന്നുണ്ട്. അത് ജസ്റ്റ് അഴിച്ചു വെച്ചിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് വണ്ടിയിൽ. നമുക്ക് ഗിയർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു യൂണിവേഴ്സൽ ഗിയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഹീറോ എന്നുള്ള ബാഡ്ജിങ് എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു കൗൾ പീസയിൽ 125R എന്ന് എഴുതിയിട്ടുള്ള ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഇത് 10 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതിൽ നമുക്ക് E20 ഇതെന്തായാലും അറിയാലോ എല്ലാവർക്കും. ഇപ്പോൾ നമുക്ക് E20 പെട്രോളും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും കിട്ടുന്നത്. 12% ഇപ്പോൾ പമ്പിൽ കിട്ടുന്നത്. അതിൽ 20% വരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മോഡൽ പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടി കൂടാണ് ഇത്. അതിൻ്റെ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് നോക്കിയാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ നോക്കേണ്ടതാണ്. ഹാൻഡിൽ ബാർ, മീറ്റർ, ആ ഒരു മിററൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു സ്പോർട്ടി ആയിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താണ് ബാക്ക് വശമൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റിയ വലിയൊരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് ഈ സൈഡിലോട്ട് പാസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഡിം ബ്രൈറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഹസാർഡിൻ്റെ സ്വിച്ചാണ്. നമുക്ക് ഈ വണ്ടിയിൽ ഇൻബിൽറ്റ് ഹസാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് എൻ്റെ ഹസാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിനൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരുന്നത് ഇൻഡിക്കേറ്ററാണ്. അത് ടിപ്പിക്കൽ ഹീറോ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പ്രീമിയം ആണെന്ന് ചോദിച്ചാൽ പ്രീമിയമാണ്. താഴെ ഹോണാണ്. സിംഗിൾ ഹോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ ഡീസൻ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 110cc കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രീമിയം ആയിട്ടൊരു സ്വിച്ച് ഗിയർ അല്ലെങ്കിൽ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും വേറൊരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പല പ്രമുഖ ബ്രാൻഡും ഒട്ടും ഓഫർ ചെയ്യാതാണ് വണ്ടികൾ ഇപ്പോഴും നിലവിൽ ഇന്ത്യയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല വണ്ടികളും അവരുടെ എൻജിൻ കാണിച്ചിട്ടാണ് ഇപ്പോഴും സെയിൽ ചെയ്യുന്നത്. എന്നാൽ ഹീറോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലുള്ള എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇഗ്നിഷൻ വരുന്നത് ഫ്രണ്ടിലാണ്. ഇപ്പം മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ മീറ്ററാണ്, ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് റൈഡർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മീറ്റർ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതും ഒട്ടും മോശമല്ലാത്തൊരു മീറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ വാണിംഗ്, എഞ്ചിൻ്റെ വാണിംഗ്, സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു വാണിംഗ്, ന്യൂട്രൽ, അതിന് ഡിം ബ്രൈറ്റ്, ABS അങ്ങനെയുള്ളതിൻ്റെ എല്ലാ വാണിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലായിട്ട് ഈ മീറ്ററിൻ്റെ ഫങ്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീറ്ററിൽ എടുത്തു പറയേണ്ടത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടി വരുന്നൊരു മീറ്ററും കൂടിയാണ് നമ്മുടെ ഈ ഹീറോ എക്സ്ട്രീമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ മീറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് RPMൻ്റെ സെക്ഷൻ കാണാം. അതുപോലെ നമുക്ക് സ്പീഡ്, ഓഡോമീറ്റർ, ടൈം, ഫ്യൂവലിൻ്റെ വാണിംഗ്, പിന്നെ നമുക്ക് ഈ സ്വിച്ചിൽ ഞെക്കിയാൽ ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ് അറിയാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടി ഇറക്കം വരുന്ന ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. സിംഗിൾ മീറ്ററാണ്, ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹീറോ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഹീറോ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സീറ്റാണ്. സ്പ്ലിറ്റ് ആയിട്ടൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെൻറ്റിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. കുഷനൊക്കെ നോക്കിയാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കുഷൻ, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക സോഫ്റ്റ് ആയിട്ടൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലായാലും പില്ലൻ റൈഡായാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ
നമുക്ക് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 794 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത്യാവശ്യം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കും നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുഡായിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ വണ്ടിയെ കയറി ഇരുന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി ഓടിച്ചു നോക്കാം. ജസ്റ്റ് ഒന്നുകൂടെ അടക്കിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് കാണാം. ഇത് കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരികയാണ്. ജസ്റ്റ് കണ്ടോ, അത്രയും അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഓടിക്കാൻ പോകുന്നത്. ഓടിച്ചു നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്കിനനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അത്യാവശ്യം വൈഡറായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ ഈ മീറ്റർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഫുട്ടാണ്. എൻ്റെ 2 കാലം നിലത്ത് കുത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് നിലത്ത് ഉരുട് വേണമെങ്കിൽ ജസ്റ്റ് നിന്നിച്ചിരിക്കാൻ പോലും പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും സീറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആർക്ക് വേണേലും സിമ്പിളായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഒരു ബിഗിനർക്കാണെങ്കിൽ പോലും ഈ വണ്ടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. കാരണം ഒരു സ്കൂട്ടറിൽ നിന്ന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയിറ്റോടാണ് വണ്ടി. ഏകദേശം ഒരു 100 സംതിങ് ആണ് കിലോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓടിച്ചു നോക്കാം. നമ്മൾ ഓടിച്ചു നോക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഇത് കാണുന്ന പോലെ മൊത്തം കൈത വെച്ചിട്ട് ബെസ്റ്റായിട്ടൊരു സ്ഥലമാണ്. ഇതിന് മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ വേറൊരു വ്യൂ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചു നോക്കുന്നത് അത്യാവശ്യം കട്ടുള്ള റോഡിൽ കൂടെ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഓടിച്ചു നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും വണ്ടി എടുത്തിട്ട് പറയുന്ന പോലെ ഒരു ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ പോലും അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു വണ്ടി അനുയോജ്യമാണോ എന്ന് അറിയണം. വണ്ടി വളരെ സ്മൂത്താണ് കേട്ടോ. എനിക്ക് കൈ കൊടുക്കാനൊക്കെ സ്മൂത്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. സൗണ്ടും അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ള റോഡെല്ലാം നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഇതിന് ഷോക്കിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ചെയ്യുന്ന വണ്ടികൾ SP 125 അതുപോലെ തന്നെ റൈഡറൊക്കെയാണ്. അപ്പോൾ ഈ 2 വണ്ടിയെ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫീലിനെക്കാട്ടി കൂടുതൽ ഒരു ഇൻഹാൻഡ് ഫീൽ, കയ്യിൽ വണ്ടി ഒതുങ്ങുന്നൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്. അതിലും ഈ റൈഡർ ടയറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഇതിനൊരു വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് സൂപ്പറാണ്. ഓഫ് റോഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള റോഡിൽ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചിലരുടെ കമന്റ് കണ്ടുണ്ട് ഇതുപോലുള്ള റോഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു മോഡൽ എടുക്കുന്ന എല്ലാവർക്കും നല്ല റോഡിൽ കൂടെ ഓടിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം മോശമുള്ള റോഡിൽ കൂടെ ഒക്കെ നമ്മൾ ഓടിച്ച് നോക്കിയാലേ ആ ഒരു വീഡിയോ കാണുന്നവർക്ക് പല റോഡിൽ കൂടെ ഓടിച്ചാൽ വണ്ടി പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള റോഡിൽ കൂടെ ഈ വണ്ടി ഓടിച്ച് കാണിക്കുന്നത്. അപ്പം ഇത്ര ഓടിച്ച് എനിക്ക് മനസ്സിലാകുന്നത് അത്യാവശ്യം കോംഫർട്ടായിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല റോഡിൽ വീടും കാര്യങ്ങളൊക്കെ നോക്കണം. റോഡിലോട്ട് കയറുകയാണ്. ഫ്ലെക്സിബിളായാലും സൂപ്പറാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല, നോർമലാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രീംലി എക്സ്ട്രീം പറഞ്ഞാൽ അങ്ങനെ സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. നമുക്ക് ആക്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു റോഡ് റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നത് ഒരു 50 കിലോമീറ്റർ അത്യാവശ്യം വളവും തിരിവുള്ള റോഡൊക്കെ തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. കാറ്റഗറിയിൽ ബെസ്റ്റ് എഞ്ചിനാണ്, അതുപോലെ ബെസ്റ്റ് ലുക്കാണ്, സ്റ്റൈലാണ്, പെർഫോമൻസ് ആണ് ഈ വണ്ടി കിട്ടുന്നത്. ബ്രേക്കിങ് ഞാൻ ഈ പറഞ്ഞ പോലെ സിഗ്നൽ ABS ആയതുകൊണ്ട് സൂപ്പറാണ്. ബ്രേക്കിങ് പോലെ ബ്രേക്ക് ആണെങ്കിൽ പോലും ഇല്ല.
കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കുറച്ചുകൂടെ ഹാർഡായിട്ടൊരു ഷോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓർണറിങ്ങിന് കുറച്ചുകൂടെ മോശമെന്നല്ല പറയുന്നത്, സൂപ്പർ തന്നെയാണ്. നമുക്കിനി ഇത്ര നോർമൽ കൊടുത്തിട്ട് പവറിൽ നമുക്ക് കൈ കൊടുക്കുന്നതനുസരിച്ച് കയറിയൊക്കെ വരുന്നുണ്ട് വണ്ടി. പക്ഷെ ആ ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷോപ്പിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. നമുക്ക് നേരെയുള്ള റോഡേ വരേണ്ടി വരും. അത് വെയിറ്റുണ്ട്. സ്ഥലമില്ല, റബ്ബറാണ്. ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു റോഡ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം റോഡല്ല, മഴ സമയത്ത് നമുക്കിതിൻ്റെ ആ ഒരു ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡായി പോകുന്നൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു എക്സ്ട്രീം 125ൻ്റെ ഒരു റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബെസ്റ്റ് പ്രൈസിൽ ഒരു 1,40,000 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു ബെസ്റ്റ് ലുക്കിംഗ് വണ്ടി, ഒരു അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള ലുക്ക്, പെർഫോമൻസ്, സ്പ്ലിറ്റ് സീറ്റ്, അങ്ങനെയുള്ള എല്ലാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS, അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ഒരു വണ്ടി 125cc കാറ്റഗറിയിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയും കൂടെ, അതായത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് 125cc ബൈക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് നമ്മുടെ ഈ ഇരിക്കുന്ന എക്സ്ട്രീം 125 എന്ന് പറയുന്നത്, R എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ബാക്കിയുള്ള മോഡലോട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ പോലും ഒരു എടുത്തു പറയേണ്ടൊക്കെ ഒരു മികച്ചു നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി തന്നെയാണ്. കാരണം ഇത്തരം ഫീച്ചേഴ്സ് വേറൊരു 125cc വണ്ടിയിലും ഇന്ത്യയിൽ നിലവിൽ ആരും കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ്. മൈലേജ് നോക്കിയാലും 60 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്, ഏകദേശം 55 കിലോമീറ്ററൊക്കെ ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലുക്കിംഗ് ആയിട്ടുള്ളൊരു വണ്ടി, അത്യാവശ്യം മൈലേജ്, പിന്നെ ബെസ്റ്റ് പെർഫോമൻസ്, അങ്ങനെയൊക്കെയുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഓണാക്കി ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.